ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. സനാതന ധർമ്മത്തിന് താൻ ജീവിച്ചിരുന്ന സ്ഥലത്തും കാലത്തും ഏറ്റവും യോഗ്യമായ രീതിയിൽ ആഖ്യാനവും വ്യാഖ്യാനവും നടത്തി ജനങ്ങളെ സമുദ്ധരിച്ച മഹാഋഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. സനാതന ധർമ്മത്തിൻ്റെ സാരം എന്ന് പറയുന്നത് അദ്വൈത വേദാന്തം തന്നെയാണ്. അദ്വൈത വേദാന്തം എന്നാൽ ഭേദവിചാരത്തിന് അതീതമായ അനുഭവത്തിലും അനുഭൂതിയിലും അഭിരമിക്കുക എന്നാണ് അർത്ഥം. ഭേദവിചാരമാണ് മനുഷ്യന് പലപ്പോഴും സംഘർഷത്തിലേക്കും സംഘട്ടനങ്ങളിലേക്കും യുദ്ധത്തിലേക്കും ഒക്കെ നയിക്കുന്നത്. ആ ഞാൻ നീ എന്ന ഭേദവിചാരത്തിന് അതീതമായി രണ്ടല്ല എന്ന അവസ്ഥയിൽ ഈ പ്രപഞ്ചത്തെ ആകെ ദർശിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ് അദ്വൈത വേദാന്തം ലക്ഷ്യമാക്കുന്ന കാര്യം. ഇക്കാര്യമാണ് അദ്ദേഹം താൻ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും സങ്കീർണ പ്രശ്നം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജാതിഭേദ വിചാരത്തെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന അനാചാരങ്ങളെയും ഒരു അദ്വൈത വേദാന്തിയുടെ കാഴ്ചപ്പാടിൽ അപഗ്രഥിച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ശ്രമിച്ചത്. തൻ്റെ കൃതികളിലൂടെയും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും തൻ്റെ ശിഷ്യപരമ്പരകളിലൂടെയുമെല്ലാം ഈ ജാതിഭേദ വിചാരത്തിന് അതീതമായ ഒരു ജീവിത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കണം, ലോകത്ത് അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ജാതിഭേദം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ മതദ്വേഷവും ഉണ്ടാകും. ഭിന്നമത വന്നു കഴിഞ്ഞാൽ, രണ്ട് എന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ് ഭിന്നത. ആ ഭിന്നത വരുമ്പോഴാണ് അതിൽ സംഘർഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മതദ്വേഷം, മതത്തിൻ്റെ പേരിൽ ഭിന്നത ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ സർവമതങ്ങളും സമഭാവനയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന സിദ്ധാന്തം, ആ സിദ്ധാന്തമാണ് അദ്വൈത വേദാന്തം അവതരിപ്പിക്കുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ആപ്തവാക്യത്തിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ കേരളത്തിൽ അവതരിപ്പിച്ചത്. അപ്പോൾ മതം ഏതായാലും ഏത് മതത്തിലൂടെയും മനുഷ്യനെ മാഹാത്മ്യത്തിലേക്കെത്താനും നന്മ പ്രവർത്തിക്കാനും ഈ പ്രപഞ്ചത്തെ ആകെ ഒരു മനോഹരമായ അവസ്ഥയിലെത്തിക്കാനും കഴിയും എന്ന വിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമായി ഇന്ന് നാം അറിയുന്നതും അദ്ദേഹം പ്രചരിപ്പിച്ചതും. സ്വാഭാവികമായും അദ്ദേഹത്തിന് ജാതിയില്ല, അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രത്യേകമായ ഒരവസ്ഥയില്ല. പക്ഷെ അദ്ദേഹം എല്ലാ മതത്തെയും ഒരുപോലെ കാണാനുള്ള ഒരു കഴിവ് ആർജിച്ചു. അത് അദ്വൈത വേദാന്തത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. മലയാളികളെ മനുഷ്യരാക്കി മാറ്റിയ മഹാഋഷിയാണ് ശ്രീനാരായണ ഗുരു. ഇന്നലകൾ ഇന്ന് പവേർഡ് ബൈ ഹോട്ടൽ ചിത്ര, പ്യുവർ വെജിറ്റേറിയൻ, മാർത്താണ്ഡം, കന്യാകുമാരി, നാഗർകോവിൽ.